പുലർച്ചെ യുവാവിനെ വിളിച്ചുവരുത്തി ക്രൂരമായ ആക്രമണം. അകലാട് ചെറുതോട്ടുപുരയ്ക്കൽ 35 വയസ്സുള്ള മുസ്തഫയാണ് ക്രൂരമർദ്ദനത്തിന് ഇരയായത്. ബൈക്കിൽ പിന്തുടർന്നു വന്ന് ഇടിച്ചു തെറിപ്പിച്ചതിനു ശേഷം ഇരുമ്പ് പൈപ്പ് ഉപയോഗിച്ച് തലയിലും തോളിലും അടിച്ചതായും അവശനായി കിടന്ന ഇയാളെ മർദ്ദിച്ച് റോഡിലൂടെ വലിച്ചിഴച്ചതായും പരാതി. ദേഹമാസകലം പരിക്കേറ്റ മുസ്തഫയെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കഴിഞ്ഞ ദിവസം പുലർച്ചെ 2 മണിയോടെയാണ് സംഭവം. ഇൻസ്റ്റഗ്രാമിൽ ചാറ്റ് ചെയ്ത് മുസ്തഫയോട് എടക്കരയിലെത്താൻ ആവശ്യപ്പെടുകയായിരുന്നു. ബൈക്കിൽ എടക്കര മിനി സെന്ററിലെത്തിയ മുസ്തഫ റോഡിൽ ഒരു സംഘം നിൽക്കുന്നത് കണ്ട് ബൈക്ക് തിരിച്ച് അതിവേഗം ഓടിച്ചെങ്കിലും അക്രമി സംഘം പിന്നാലെയെത്തി ബൈക്ക് ഇടിച്ചിടുകയായിരുന്നു. റോഡിൽ വീണ മുസ്തഫയെ ഇരുമ്പ് പൈപ്പ് ഉപയോഗിച്ച് അടിക്കുകയും റോഡിൽ വലിച്ചെടുക്കുകയും ചെയ്തതായി പറയുന്നു. പ്രദേശത്ത് ആളുകൾ കൂടിയപ്പോൾ അക്രമി സംഘം മറ്റൊരു ബൈക്കിൽ ആശുപത്രിയിലേക്കെന്ന വ്യാജേന കൊണ്ടുപോവുകയായിരുന്നുവെന്നും കൊഴിങ്ങരയിൽ നിന്ന് ചാടി രക്ഷപ്പെട്ട് റോഡരികിലെ ഒരു വീട്ടിലേക്ക് ഓടിക്കയറി രക്ഷപ്പെടുകയായിരുന്നുവെന്നും ഇയാൾ പറഞ്ഞു. കുഞ്ഞൂര് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് കാണാം, അങ്ങോട്ട് വരാം, റോഡിലേക്ക് വരാം, അവിടെ കാണാൻ മതി എന്ന് പറഞ്ഞാൽ അങ്ങോട്ടേക്കാണ് ഞാൻ ഇവിടുന്ന് കൂട്ടുകാരൻ്റെ ബൈക്കും വാങ്ങിച്ച് പോയത്. നോക്കുമ്പോൾ 3-4 ബൈക്കുമ്പോൾ പിള്ളേർ ഇങ്ങനെ കറങ്ങുന്നത് കണ്ട് 5-6 ചെക്കന്മാരുണ്ട്. കറങ്ങുന്നത് കണ്ട് സംശയം തോന്നി ഞാൻ വണ്ടി എടുത്ത് പോകും. അപ്പോൾ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു പയ്യൻ ഒരു ചാവ ബൈക്കുമ്പോൾ പിന്നെ ഫോളോ ചെയ്ത് വന്ന് പഞ്ചായത്തിൻ്റെ അവിടെ എത്തി. പുന്നൂർ പഞ്ചായത്തിൻ്റെ ക്രോസിംഗ് വെച്ചിട്ട് ബസ്സിനെ ഇടിച്ചിടാൻ നോക്കി. രക്ഷപ്പെട്ട് 3ാമത്തെ സ്ഥലത്തു നിന്ന് അവർ നേരെ സ്ട്രൈറ്റ് വന്ന് ബാക്കിൽ ഇടിച്ചിട്ടിട്ട് പൈപ്പ് പൊടിയിട്ടിനെ തലക്കടിച്ച് ഷോൾഡറിന് അടിച്ച് ഈ കൈയുടെ ഇവിടേക്ക് ഒരു അടി വീട്ടി തടുത്തതാണ്. 3ാമത്തെ അടിക്കുന്നത് തടുത്ത്. അവർ 6 പേരുണ്ടായിരുന്നു. 3 ബൈക്കിലായിട്ട് 6 പേരാണ് എന്നെ ആക്രമിക്കാൻ വന്നത്. കേസെടുക്കണമെന്ന് പറഞ്ഞ് വടക്കേക്കാട് സ്റ്റേഷനിൽ പരാതിയും കൊടുത്തിട്ടുണ്ട്. വലിയ ആള് ഈ ചെറിയ ചെക്കനാണ്, അവനാണ് ഇന്നെ വന്ന് ഇടിച്ചിട്ടത്. അവനാണ് പറഞ്ഞത് ഞാൻ മരുടെ അനീഷിൻ്റെ അനിയനാണ്, എന്നെ കൊല്ലാൻ പോകണമെന്നൊക്കെ പറഞ്ഞതും തലക്കടിച്ചതും ഒക്കെ അവനാണ്. വീട്ടുകാർ വിളിച്ചു വരുത്തിയ ആംബുലൻസിലാണ് പിന്നീട് ആശുപത്രിയിൽ എത്തിച്ചത്. എടക്കര സ്വദേശിയായ യുവതിക്ക് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയച്ചതാണ് അക്രമത്തിന് കാരണമെന്ന് പോലീസ് പറയുന്നു. സംഭവത്തിൽ 5 പേർക്കെതിരെ വടക്കേക്കാട് പോലീസ് കേസെടുത്തു. കുറ്റക്കാർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കണമെന്നാണ് മുസ്തഫയുടെയും കുടുംബത്തിൻ്റെയും ആവശ്യം.